അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ മൻ ദല്ലദീ യഅസിമുകും മിനല്ലാഹി ഇൻ അറാദ ബികുമുസ് സൂഅൻ ഔ അറാദ ബികുമുർ റഹ്മ വലാ യജ്ദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യം വലാ നസീറാ. പറയുക നബിയെ, അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് വല്ല ദോഷവും ഉദ്ദേശിച്ചാൽ, അഥവാ അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് വല്ല കാരുണ്യവും ഉദ്ദേശിച്ചാൽ, അള്ളാഹുവിൽ നിന്ന് അത് കാത്തുരക്ഷിക്കാൻ, നിങ്ങളെ കാത്തുരക്ഷിക്കാൻ ആരാണുള്ളത്? അള്ളാഹു ഒരാൾക്കൊരു നാശം ഉദ്ദേശിച്ചാൽ, അള്ളാഹു ഒരു അനുഗ്രഹം ഉദ്ദേശിച്ചാൽ അത് തട്ടിക്കളയാൻ ആരാണുള്ളത്? പറയുക നബിയെ, അള്ളാഹുവിന് പുറമെ യാതൊരുവിധ രക്ഷകനെയോ സഹായിയെയോ അവർക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഒമാക്കാനലി മുഅ്മിനിൻ വലാലി മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ പുരുഷനോ ഒരു മുഅ്മിനായ സ്ത്രീക്കോ പാടുള്ളതല്ല, ഇദാ ഖദല്ലാഹു വറസൂലുഹു, അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അയ്യകൂനു ലഹുമുൽ ഖീറത്തു മിൻ അംരി, അവർക്ക് സ്വന്തമായ ഒരു അഭിപ്രായം പാടുള്ളതല്ല. അള്ളാഹു അവൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ തീരുമാനം എങ്ങനെയാണ്? അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനവും എടുക്കണം. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ, ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവർ വ്യക്തമായിട്ട് വഴി പിഴച്ചു പോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ പിൻപറ്റി അവിടുത്തെ വാക്കുകളും അവിടുത്തെ പ്രവർത്തനങ്ങളും പിൻപറ്റിക്കൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രയോ തലമുറകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാധീനിച്ചത്. ഇനി എത്രയോ തലമുറകളെയാണ് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാധീനിക്കാൻ പോകുന്നത്. അവിടുന്ന് മുഴു ലോകങ്ങളുടെയും ആത്മീയ ചക്രവർത്തിയാണ്.